ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. അപ്പോൾ ഒരു ഓഡി Q7 പണി കഴിഞ്ഞു, അടുത്തത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട കസ്റ്റമറാണ്. ആളൊരു 1.5 മാസമായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം വർക്ക്ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം, എനിക്ക് നല്ല വൃത്തിയിൽ ചെയ്ത് തരണം, നിങ്ങളുടെ സ്വന്തം വണ്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബഹ്റിനിൽ വേറെ വർക്ക്ഷോപ്പൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ആൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നത്. കാരണം എന്നോടുള്ളൊരു പരിചയവും റിലേഷനൊക്കെ വെച്ചുകൊണ്ട് മാത്രമാണ് ആൾ എൻ്റെ അടുത്ത് തന്നെ വണ്ടി കൊണ്ടുതരാം, അല്ല ഇവിടെ തന്നെ വണ്ടി കൊണ്ടുതരാം, നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് നിന്നത്. പെരുന്നാൾ കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ വണ്ടി വർക്ക്ഷോപ്പിന് മുമ്പിൽ കൊണ്ടിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വർക്കാണ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ചധികം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എഞ്ചിന് ചെറിയ ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ റീപ്ലേസ്മെൻ്റ് ആണ്, അതേപോലെ സസ്പെൻഷൻ്റെ വർക്കുണ്ട്, ബ്രേക്കിൻ്റെ വർക്കുകളുണ്ട്, കംപ്ലീറ്റ് വർക്കുകൾ. ആൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത കാലത്തൊന്നും നോർമൽ സർവീസിനല്ലാണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറാൻ പാടില്ല. ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ ഈ വണ്ടി എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ഒരു കസ്റ്റമറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം കറക്റ്റ് ടൈമിൽ മാറേണ്ട സമയത്ത് മാറിക്കൊണ്ടിരുന്ന ഒരു വണ്ടി തന്നെയാണ്. കാരണം ഉണ്ടോ, ഈ ലോവർ റാമൊക്കെ മാറിയിട്ടുണ്ട്, അപ്പർ റാം മാറിയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് കാലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ കുറച്ച് വീക്കായിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചർ സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല. എൻ്റെ ഈ ഒരു ബുഷൊക്കെ ചെറിയൊരു ക്രാക്കേ വീണിട്ടുള്ളൂ, വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അതും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തോ. അപ്പോൾ ആ രീതിയിലാണ് ഈ വണ്ടി കൊണ്ട് നടക്കുന്നത്. ഇത് ഫ്രണ്ടിലെ ബ്രേക്ക് റോട്ടറാണ്. അപ്പം ഈ ഒരു റോട്ടറും നല്ല രീതിയിൽ ഇതുണ്ടല്ലോ, സ്ക്രാച്ച് സ്കോറിങ് വീണിട്ടുണ്ട്. അതേപോലെ ബാക്കിലത്തെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ആൾ പറഞ്ഞത് കുറച്ചധികം ഫേസ് ചെയ്താണ്, അപ്പോൾ ഇനി ഫേസ് ചെയ്താൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല, റിസ്ക്കാണ്. അതുകൊണ്ട് 4 റോട്ടറും 4 ബ്രേക്ക് പാഡും ആൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചില കസ്റ്റമർ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഈവൻ അണ്ടർ ബോഡി നോക്കുവാണെങ്കിൽ തന്നെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഒരു മന്ത്ലി ഒരു വട്ടമെങ്കിലും അണ്ടർ ബോഡിയൊക്കെ സർവീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം അത്ര പറയത്തക്ക ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളും അതേപോലെ ഇങ്ങനത്തെ കസ്റ്റമറൊക്കെ വരുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം അതങ്ങനെയാണ്, അത് ഒരു ടെക്നീഷ്യനെ പറഞ്ഞാൽ മനസ്സിലാവും. ഈ കാണുന്ന എഞ്ചിനും ഗിയർ ബോക്സും 1 മാസം മുമ്പേ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചാണ് ആൾ തന്നെ. പിന്നെ കംപ്ലീറ്റ് സാധനങ്ങളും ആൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വാൾ കവറിൻ്റെ ഗ്യാസ്കറ്റ്, അതേപോലെ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനറുകൾ, അതേപോലെ എൻജിൻ ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ് ടെൻഷനർ, അതിൻ്റെ ടെൻഷനറുകൾ, തെർമോസ്റ്റാറ്റ്, അതേപോലെ കൂളൻ്റ്, ഗിയർ ഓയിൽ, എൻജിൻ ഓയിൽ, ട്രാൻസ്മിഷൻ്റെ ഗ്യാസ്കറ്റ്, PCVൻ്റെ യൂണിറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. കംപ്ലീറ്റ് കാര്യങ്ങൾ ആൾ തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്.